നാട്ടിൽ വിഷുവൊക്കെ അല്ലേ വരുന്നേ, അതുകൊണ്ട് ഞാനും വിവയും കൂടെ നേരെ കണ്ണൂർക്ക് പോകാമെന്ന് വിചാരിച്ചു. സാധാരണ നേരത്തെ പാക്ക് ചെയ്യാറുണ്ടെങ്കിലും ഇപ്രാവശ്യം റെഡിയായി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പാക്ക് ചെയ്യാനിരിക്കുന്നത്. എനിക്ക് പാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം വിവിയുടെ ഡ്രസ്സ് വിവി ഓൾറെഡി എടുത്ത് തരും. പിന്നെ മടക്കി ബാഗിൽ വെക്കേണ്ട പണിയേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന സാധനങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ ഇപ്രാവശ്യം കാറിലാണ് പോകുന്നത്, അതുകൊണ്ട് ഒരു ട്രോളിയും ഒരു ബാഗും ഞങ്ങളുടെ സാധനങ്ങളും പിന്നെ ബാക്കിയൊക്കെ വീട്ടിലേക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഒരു 7 മണിക്ക് ഇറങ്ങണമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു 10:30 ആയി. പോകുന്ന വഴി ചില ഇടങ്ങളിൽ കുറച്ച് ബ്ലോക്കും, പിന്നെ വിഷു ആയതുകൊണ്ട് തന്നെ കുറേ മലയാളീസ് നാട്ടിലേക്ക് വരുന്നതുകൊണ്ട് ഓരോ സ്ഥലത്ത് ഭയങ്കരമായിട്ടുള്ള ബ്ലോക്കും ട്രാഫിക്കും ഒക്കെ ഉണ്ടായിരുന്നു. തമിഴ്നാട് കേരള ബോർഡറിൻ്റെ അവിടെയൊക്കെയാണ് ബ്ലോക്ക് ഉണ്ടായിരുന്നത്. ഫുഡ് കഴിക്കാൻ കട അന്വേഷിച്ച് നടക്കായിരുന്നു ഞങ്ങൾ, പക്ഷെ വേറെ ഒന്നും കണ്ടില്ല. ഒരു ബേക്കറി മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് ചായയും ബ്രെഡ് ഓംലേറ്റും കഴിച്ചു. കാരണം പിന്നെ ഇനി അങ്ങോട്ട് എപ്പോൾ ഫുഡ് കിട്ടുമെന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും. അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി. ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ വിവിയുടെ ഒരു പാട്ടെങ്കിലും റെക്കോർഡ് ചെയ്യണം, അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷെ എപ്പോഴൊക്കെ ഞാൻ ക്യാമറ ഓൺ ചെയ്യുമോ അപ്പോഴൊക്കെ വിവി വായടയ്ക്ക്. അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചപ്പം ഇതായിരുന്നു മറുപടി. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ആ ഒരു ഓഡിയോ മാത്രം എന്നെ കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങൾ തമിഴ്നാട് ബോർഡറൊക്കെ കഴിഞ്ഞു, കേരളത്തിനകത്ത് എത്തിയിട്ടോ. പക്ഷെ ഞങ്ങൾ എത്ര നോക്കിയിട്ട് ഒരു കടയോ ചായ കുടിക്കാൻ ഒരു കടയും പോലും കിട്ടിയില്ലായിരുന്നു. പിന്നെ മലപ്പുറമൊക്കെ എത്തിയതിന് ശേഷമാണ് ഞങ്ങളൊരു ഹോട്ടൽ കണ്ടത്. അത് അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു. അവിടെ കയറി ഞങ്ങൾ പൊറോട്ടയും ചിക്കനും പിന്നെ ഒരു ഗ്രീൻ ടീ മാത്രം കുടിച്ച് ഉറങ്ങിപ്പോകുന്നുള്ള പേടിയാണ്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നേരെ കണ്ടത് ഞങ്ങൾ ഇതായിരുന്നു. ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഞങ്ങളുടെ കാറ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു, പക്ഷെ പറ്റിച്ചു. അത് ഒറിജിനൽ ആയിരുന്നില്ല, ഇവിടെ ഉത്സവത്തിന് കൊണ്ടുപോയതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ കാറിൽ കയറി. വിവി അത് ഇടയ്ക്കൊന്ന് നിർത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. ഞാനും വിവി ഒരു 1/2 hour വണ്ടിയിൽ തന്നെ കുറച്ച് ഉറങ്ങി. അപ്പോഴേക്കും കുറച്ച് രാവിലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ പോയാലും ആരെങ്കിലുമൊക്കെ വിവിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ബസ് ഡ്രൈവേഴ്സിനും വിവിക്ക് ഒരു സിങ്കും ഉണ്ടായിരുന്നില്ല. വിവി പറയും, ഇവരെന്തിനും ഇത്ര രാവിലെ എഴുന്നേറ്റ് ബസ് ഓടിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി ഇത്രയും ട്രാവലിന് ശേഷം ഞങ്ങൾ കണ്ണൂർ എത്തി. ഇതാണ് കേട്ടോ കണ്ണൂരിൽ പുതിയതായിട്ട് പണി കഴിപ്പിച്ച റോഡ്. ഇവിടെ എത്തിയപ്പോഴാണ് വിവിക്ക് കുറച്ച് സമാധാനമായത്. ഇനി ഈ റോഡാണല്ലോ എന്നിട്ട്. ഇത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള മോളാട്ടോ. ഇത് പണി കഴിപ്പിച്ചിട്ട് ഏകദേശം 1 വർഷം 1.5 വർഷം അങ്ങാണ്ട് ആയുള്ളൂ. ഇവിടെ നിന്നൊരു ടേൺ തിരിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടെത്തും. നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെ പോയാലും ഈ ഒരു സ്ഥലത്തും ഈ ഒരു പ്ലേസിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് വരുന്ന സ്ഥലം. ഇതാണ് എൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ബാക്കി വീഡിയോസ് ഇവിടെ നിന്ന് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.